വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബ്രൈഡ്സ് മെയ്ഡ് ആയിട്ടുള്ളപ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പ്രൈമറാണ്. ടീ സോണിലാണ് ഞാൻ കൂടുതലും പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, മാറ്റിഫൈങ് പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ടീ സോണിലും പിന്നെ ചീക്ക് ഏരിയയിലാണ് എനിക്ക് കൂടുതൽ ഓയിൽ പുറത്തേക്ക് വരിക. അപ്പോൾ ഞാൻ ടീ സോണിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാനത് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങളാരും ചെയ്യാതിരിക്കരുത്. എല്ലാവരും നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്ന ഏത് മോയ്സ്ചറൈസറാണോ അത് അപ്ലൈ ചെയ്യുക. ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു ഫൗണ്ടേഷനാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ. മെബിലൈൻ്റെ ഫിറ്റ് മീ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. 128 ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ്. അത് നന്നായിട്ട് നെക്കിലും ഇയറിൻ്റെ ഭാഗത്തും ഫേസിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഒരു ബ്ലെൻഡിങ് ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ നമ്മളുടെ ഫേസിൽ ഫൗണ്ടേഷൻ പെട്ടെന്ന് ബ്ലെൻഡ് ആവാനായിട്ടും പിന്നെ കുറച്ച് കൂടുതൽ സമയം ഫേസിൽ ഫൗണ്ടേഷൻ ഇരിക്കാനും ഒക്കെ നല്ലതാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വേഗം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ മോയ്സ്ചറൈസർ എടുക്കാൻ മറന്നുപോയി. പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനിത് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഇതേ ബ്ലെൻഡിങ് ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഫൗണ്ടേഷൻ എൻ്റെ ഫേസിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലൂ ഹെവൻ്റെ ഒരു ഫിക്സിങ് ഗ്ലോ സ്പ്രേ ആണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്പ്രേ ആട്ടോ. ഫേസിലേക്ക് നന്നായിട്ട് ഫൗണ്ടേഷൻ സെറ്റ് ആവും. അപ്പോൾ എനിക്കിത് വളരെ അധികം ഇഷ്ടമാണ്. പിന്നെ റെവല്യൂഷൻ്റെ ഒരു ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് പിങ്കി ചീക്കാണ് എപ്പോഴും ഇഷ്ടം. ഡ്രസ്സ് പിങ്ക് ആയതുകൊണ്ട് എനിക്കൊരു പീച്ച് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് കുറച്ചുകൂടി ഒരു ഇതൊരു പീച്ചിഷ് പിങ്കാണ്. സ്റ്റിൽ കുറച്ചൊരു പിങ്കാണ് കൂടുതൽ നിൽക്കുക. എൻ്റെ ഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് അത് എന്തായാലും കുറച്ച് പിങ്കാണ്. ഈവൻ ദോ അത് ആ ഷെയ്ഡ് കുറച്ച് പീച്ചിഷ് ആണെങ്കിലും എൻ്റെ സ്കിന്നിൽ വരുമ്പോൾ അതൊരു പിങ്കാണ്. പിന്നെ ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ. ഫസ്റ്റ് തന്നെ ഐബ്രോ ചെറുതായിട്ട് സ്പൂലി ഉണ്ടെങ്കിൽ സ്പൂലി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുക. പിന്നീട് ഫില്ല് ചെയ്യുക. വീണ്ടും സ്പൂലി വെച്ച് ബ്രഷ് ചെയ്യുക. ഇപ്പോൾ സ്പൂലിയൊന്നും ഞാൻ എടുത്തില്ല. ഈ ഐബ്രോ പെൻസിലിൽ തന്നെ ഒരു ടിപ്പിലായിട്ട് കുറച്ച് ബ്രിസിൽസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്തതും പിന്നെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഡ്രൈ സ്കിൻ ആകുമ്പോൾ ക്രീമി ആയിട്ടുള്ള ഐബ്രോ ഫില്ലിങ്സ് ഒക്കെ ആയിരിക്കും നല്ലത്. പ്രോഡക്ട്സ് കൂടുതലും ക്രീമി ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓയിലി സ്കിൻ ആണെങ്കിൽ പൗഡേർഡ് ആയിട്ടുള്ളതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പൗഡേർഡ് ആയിട്ടുള്ള ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ലൈക്ക് ബ്ലഷ് പൗഡറാണ്. അതല്ലാതെ ഫിക്സിങ് പൗഡറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ മേക്കപ്പ് ബേക്കോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ഫംഗ്ഷന് പോകുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ബേക്ക് ചെയ്താൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും എന്നുള്ളത് കൊണ്ടാട്ടോ. പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ടു ഫേസിൻ്റെ ഈ ഒരു പാലറ്റാണ്. ഇതിലത്തെ ഒരു കൊക്കോ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു ന്യൂഡിഷ് ബ്രൗൺ ആണ്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഒരു ടോണിൽ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ഗ്ലിറ്റർ ടാപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫിംഗർ കൊണ്ട് അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി നന്നായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ. ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫോൾ ഓഫ് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് ബ്രഷിൽ എടുക്കുമ്പോഴത്തേക്കും ഒത്തിരി നമുക്ക് കണ്ണിൻ്റെ താഴെയൊക്കെ വീഴും ഈ ഗ്ലിറ്റേഴ്സ്. കറക്റ്റായിട്ട് ഫിംഗർ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് പാക്ഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഫിനിഷിങ് വരുന്നത് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഗ്ലിറ്റേഴ്സ് ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്തത്. മെബിലൈൻ്റെ സ്കൈ ഹൈ ഈ മസ്കാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ നല്ല മസ്കാര കേട്ടോ. ഇത് വാട്ടർ പ്രൂഫാണ്. പക്ഷേ നന്നായിട്ട് കുറേ സമയം ലാസ്റ്റ് ചെയ്യും. പിന്നെ മേക്കപ്പ് റിമൂവർ കൊണ്ട് റിമൂവ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഐലാഷിന് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ അത് കൂടാതെ ഞാൻ ഐയുടെ കോർണർ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്ന് ഐയുടെ കോർണർ ഒന്ന് ഐലൈനർ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിപ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബർഗൻഡി ഒരു ഷെയ്ഡാണ്. ബർഗൻഡിയും അല്ല മെറൂണും അല്ല, ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ഓംബ്രെ ലിപ്സ് ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ ഒരു തവണ ഓംബ്രെ ലിപ്സിൻ്റെ വീഡിയോ ചെയ്യാട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ലിപ് കോമ്പിനേഷനാണ് ഈ ഓംബ്രെ ചെയ്യുന്നത്. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കും ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ക്രയോൺ ആണ്. സീക്ക് അഡ്വെഞ്ചർ എന്നാട്ടോ ആ ലിപ് ക്രയോണിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. നല്ല ഷെയ്ഡാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഡാർക്ക് ആയിട്ടുള്ള ലിപ് ലൈനർ ഒന്നുകൂടെ ഞാൻ മുകളിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ഓംബ്രെ ഫിനിഷിംഗ് ഒന്നും കിട്ടിയിട്ടില്ല, ആ ഒരു രീതിയിലല്ലെങ്കിലും ചെറിയതായിട്ട് ഈ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഒത്തിരി ഇങ്ങനെ ലിപ് ലൈനർ വേറെ ലിപ്സ്റ്റിക്ക് വേറെ എന്ന് എടുത്ത് നിൽക്കാതെ അത് രണ്ട് സ്മഡ്ജായിട്ട് ചെറിയൊരു ഓംബ്രെ ലുക്ക് കിട്ടുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് വെയർ ചെയ്യാറും. എന്തോ അത് ചെയ്യുമ്പോഴത്തേക്കും ലിപ്പ് കുറച്ചും കൂടെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും. എൻ്റെ ഒരു ഫേസിലത്തെ ഒരു മേജർ ഫീച്ചർ ലിപ്പാണ്. അപ്പോൾ അത് കൂടുതൽ ഭംഗിയാക്കുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഒന്ന് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ഫേസ് ഫ്രെയിമായിട്ട് ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ ഹെയർ ബാക്കിലേക്ക് എടുത്തു വെച്ചപ്പോൾ എനിക്ക് അത്ര ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി എന്തൊക്കെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളതെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഗൈസ്, ലവ് യു.